on to the education qualification. Education qualification ആയിട്ട് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ഏത് സ്ട്രീമും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ചവരായിക്കോട്ടെ, ലൈക്ക് BSc BA വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഗ്രാജുവേഷൻ നിങ്ങൾ പാസ്ഡ് ഔട്ട് ആയിരിക്കണം. അത് മാത്രമാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ്. സോ നമ്മളൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് അവൈറ്റ് ചെയ്തിരുന്ന NICL നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. NICLൻ്റെ ഏത് നോട്ടിഫിക്കേഷൻ ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട. NICL എയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ്ഡ് ആയി കഴിഞ്ഞായിരുന്നു. ഏകദേശം നമുക്ക് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് സൂൺ എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ അടുത്തത് ഉടനെ തന്നെ വന്നിരിക്കുകയാണ്. NICL അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കഴിഞ്ഞിട്ട് ഉടനെ വന്ന നോട്ടിഫിക്കേഷനാണ് NICL അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫോർ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആസ്പിരൻസ്. ഓക്കെ, മെയിൻലി ബാങ്ക് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, ഇൻഷുറൻസ് എക്സാമിനേഷൻസും എഴുതാൻ സാധിക്കും. കാരണം ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സെയിം പാറ്റേൺ തന്നെയാണ്. എക്സ്ട്രാ ഇൻഷുറൻസിൻ്റെ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് മെയിൻസിൽ പഠിക്കേണ്ടി വരുന്നു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി അത് മാറ്റി നിർത്തുകയാണെങ്കിൽ സെയിം സിലബസ് ആണ്, സെയിം എക്സാമിനേഷൻ പാറ്റേൺ ആണ്. ഒരു ബാങ്കിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻറ്റിന്, ബാങ്കിങ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻറ്റിന് എന്തുകൊണ്ടും 100% ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന എക്സാമിനേഷൻ തന്നെയാണ് NICL അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനേഷൻസിനെ കുറിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഈ ചാനലിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ക്ലാസ്സസ് ലൈക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും, റീസണിങ് ആയാലും, ഇംഗ്ലീഷ് ആയാലും, കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും, ആൻഡ് ഈച്ച് ആൻഡ് എവറി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് exclusive banking channel in Kerala having this much of subscribers right here. Okay, and without any delay let's get started. So NICL assistant notification out ആണ്. ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചിന്തിക്കുന്നത്? എത്ര ഒഴിവുകൾ ഉണ്ട് എന്നൊരു കാര്യം അല്ലേ? സോ ഏകദേശം നല്ലൊരു ഒഴിവുകൾ തന്നെയാണ്. NICLൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ട്രെൻഡ്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും മിക്കപ്പോഴും വരുന്ന ആ ഒരു ഇൻഷുറൻസ് എക്സാമിനേഷൻ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള ട്രെൻഡ് അനുസരിച്ചിട്ട് തന്നെ ഒട്ടും കുറയാതെ നോട്ടിഫിക്കേഷൻ വേക്കൻസീസ് ഇതിനകത്തുണ്ട്. റൈറ്റ്, 300 വേക്കൻസീസ് ആണ് ഓൾ ഓവർ ഇന്ത്യ NICL അസിസ്റ്റൻറ്റിനുള്ളത്. ഇതൊരു ഓൾ ഇന്ത്യ എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനേഷൻ ഓൾ ഇന്ത്യ എക്സാം തന്നെയാണ്. സോ ഒട്ടും കുറയാതെ തന്നെ 300 വേക്കൻസീസ് ആണ്. എല്ലാ തവണയും NICL വിളിക്കുന്നത് പോലെ തന്നെ 300 വേക്കൻസീസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ആൻഡ് സ്പെസിഫിക്കലി നമ്മൾ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, യു ക്യാൻ സീ ദ സ്ക്രീൻഷോട്ട് ഹിയർ. അതായത് നോട്ടിഫിക്കേഷൻ PDF-ലുള്ളൊരു പർട്ടിക്കുലർ റീജിയനാണ്. നമ്മൾ കേരള റീജിയൻ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും 24 വേക്കൻസീസ് അതെയാ. യെസ്, പ്രിറ്റി ഗുഡ് നമ്പർ ഓഫ് വേക്കൻസീസ് അതെയാ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്പെസിഫിക്കലി ഏത് റീജിയണിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതാണ്. ഏത് റീജിയനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയൻ ചൂസ് ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LPT എന്ന് പറയുന്നൊരു ടെസ്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും. അതായത് ലോക്കൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് LPT എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ കേരള റീജിയൻ ആണ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. ഓക്കെ, 24 വേക്കൻസീസ് ആണ് കേരള റീജിയനിലേക്ക് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. നിങ്ങൾ കേരള റീജിയൻ ചൂസ് ചെയ്തു. ഓക്കെ, കേരള റീജിയൻ ചൂസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ റീജിയണൽ ലാംഗ്വേജ് എന്താണ്? മലയാളമാണ് അല്ലേ? സോ ആ മലയാളത്തിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ഉണ്ട്. ഒരു മാൻഡാറ്ററി ക്ലോസ് ആണത്. അതായത് നിങ്ങൾ മലയാളം റീജിയണൽ ലാംഗ്വേജ് ആണ് കേരളത്തിൻ്റെ, ആ മലയാളത്തിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും. ഓക്കെ, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് റീജിയനിലേക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻ്റ് ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള റീജിയൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് റീജിയൻ വെക്കാം, ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ കന്നഡയിൽ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കർണാടക ചൂസ് ചെയ്യാം. കാരണം LPT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഫൈനലി ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിസിലും ആയിരിക്കും സെലക്ഷന് വേണ്ടിയിട്ട് പരിഗണിക്കുക. സോ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം റീജിയണൽ ലാംഗ്വേജിൽ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി വേക്കൻസീസ്. അടുത്തത് ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്ര വരുന്നു എന്നുള്ളത്. 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായപരിധി വരുന്നത്. ഓക്കെ, റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് നിങ്ങൾ
SC ST കാറ്റഗറിയിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് 30 വയസ്സെന്നുള്ളത് 35 വയസ്സ് വരെ ആകും. ആൻഡ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് OBC തന്നെ നോൺ ക്രിമി ലെയർ കാറ്റഗറിയിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 25 വയസ്സ് വരെ 33 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് 30 ആണ്. OBC നോൺ ക്രിമി ലെയർ കാറ്റഗറി കാൻഡിഡേറ്റ് ആകുമ്പോൾ ഏജ് റിലാക്സേഷൻ 3 വർഷം കിട്ടും. അങ്ങനെ 33 വയസ്സ് വരെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് 10 വർഷം, ഡിസബിലിറ്റിയിൽ തന്നെ SC ST ആണെങ്കിൽ 15 വർഷം, ഡിസബിലിറ്റിയിൽ തന്നെ OBC നോൺ ക്രിമി ലെയർ ആണെങ്കിൽ 13 വർഷം. അങ്ങനെയാണ് റിലാക്സേഷൻ ട്രെൻഡ് പോകുന്നത്. വിഡോസ് ആൻഡ് ഡിവോഴ്സ്ഡ് വുമൻസിനൊക്കെ 5 ഇയേഴ്സ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഓക്കെ. ആൻഡ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് വരെ റിലാക്സേഷൻ കിട്ടുന്നുണ്ടാവും. ഓക്കെ. മൂവിങ് ഓൺ ടു ദി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ഏത് സ്ട്രീമും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ചവരായിക്കോട്ടെ, ലൈക്ക് BSc BA വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. ഗ്രാജുവേഷൻ നിങ്ങൾ പാസ്ഡ് ഔട്ട് ആയിരിക്കണം. അത് മാത്രമാണ് NICL അസിസ്റ്റൻറ്റിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ റീജിയണൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. ആൻഡ് നിങ്ങളുടെ ഡിഗ്രിയിലോ ഗ്രാജുവേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ +2 ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ ഇംഗ്ലീഷ് എന്നൊരു വിഷയം നിങ്ങൾ പഠിച്ചിട്ടുള്ളവരായിരിക്കണം. ഓക്കെ. അത് ഒബ്വിയസ്ലി ആണ്, നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ ഒരു സബ്ജക്റ്റ് ആയിട്ട്. സോ ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. അതർ ദാൻ ദാറ്റ് ഗ്രാജുവേഷൻ ആയിരിക്കണം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, NICL അസിസ്റ്റൻറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ 2 ഘട്ടമായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും. പ്രിലിംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു മെയിൻസ് പരീക്ഷയും ഉണ്ടാവും. ഓക്കെ. മെയിൻസ് പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ഷന് വേണ്ടിയിട്ട് പരിഗണിക്കുക. പ്രിലിമിനറി പരീക്ഷയും മെയിൻ പരീക്ഷയും ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നുണ്ടാകുക. അതായത് കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് നിങ്ങൾ എഴുതേണ്ട ഒരു പരീക്ഷയായിരിക്കും. പ്രിലിംസിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്കായിരിക്കും പരീക്ഷ വരിക. നിങ്ങളുടെ മുൻപിൽ 3 വിഷയങ്ങളുണ്ട്: ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് മാത്സ്. ഇംഗ്ലീഷിൽ നിന്നും 30 ചോദ്യങ്ങൾ 30 മാർക്കിന് 20 മിനിറ്റ് നേരത്തേക്കായിരിക്കും ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ നടക്കുക. റീസണിങ്ങിൽ നിന്നും 35 ചോദ്യങ്ങൾ 35 മാർക്കിന് എഗെയിൻ 20 മിനിറ്റ് നേരത്തേക്കായിരിക്കും. മാത്സിൽ നിന്നും 35 ചോദ്യങ്ങൾ 35 മാർക്കിന് എഗെയിൻ 20 മിനിറ്റ് നേരത്തേക്കായിരിക്കും. സോ അതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. ആൻഡ് ഇനി നമ്മൾ മെയിൻസ് നോക്കുകയാണെങ്കിൽ മെയിൻസിൽ 4-5 വിഷയങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടറിൻ്റെ ഒരു സബ്ജക്റ്റും ജനറൽ അവയർനെസ്സും കൂടെ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിന്ന് 40 ചോദ്യങ്ങൾ 50 മാർക്കിനായിരിക്കും. റീസണിങ്ങിൽ നിന്ന് 40 ചോദ്യങ്ങൾ 50 മാർക്കിന്, മാത്സിൽ നിന്ന് 40 ചോദ്യങ്ങൾ 50 മാർക്കിന്, കമ്പ്യൂട്ടർ നോളജിൽ നിന്നും എഗെയിൻ 40 ചോദ്യങ്ങൾ 50 മാർക്കിനായിരിക്കും. കമ്പ്യൂട്ടറൊക്കെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ചോദിക്കുക. ആൻഡ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ്സിൽ നിന്നും 40 ചോദ്യങ്ങൾ 50 മാർക്കിന്. അങ്ങനെ മെയിൻസ് പരീക്ഷ നടക്കുക 2 മണിക്കൂർ നേരത്തേക്കായിരിക്കും. ആകെ മൊത്തം 200 ചോദ്യങ്ങൾ 250 മാർക്കിനായിരിക്കും മെയിൻസിൽ വരിക. ചില ചോദ്യങ്ങൾക്ക് 2 മാർക്സ് വെയിറ്റേജ്, 1 മാർക്സ് വെയിറ്റേജ് അങ്ങനെയായിരിക്കും. മെയിൻസിൽ ചില ക്വസ്റ്റ്യൻസിന് ഒരു ആഡഡ് വെയിറ്റേജ് കാണും. ആൻഡ് ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം തന്നെയാണ്. 0.25 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരിക. സോ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. മൂവിങ് ഓൺ ടു ആപ്ലിക്കേഷൻ ഫീസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് SC ST ആൻഡ് ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ഫീസ് വരുന്നത്. അതേസമയം എല്ലാ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഒക്കെ 850 rupees ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സോ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾ ഒരുപാട് എക്സാമിനേഷൻസ് എഴുതി പരിശീലിക്കുക. റൈറ്റ്. നിങ്ങൾ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണ്. നമുക്കറിയാം IBPSൻ്റെ കാലണ്ടർ ഓൾറെഡി ഔട്ടാണ് അല്ലേ. 2024 ഒരു നീണ്ട നിര തന്നെയാണ് പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഹ്യൂജ് വേക്കൻസീസ് ആണ് ഇനി വരാനിരിക്കുന്നത്. ഒരുപാട് ബാങ്ക് പരീക്ഷകളാണ് ഇനി വരാനിരിക്കുന്നത്. സോ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുക, പഠിക്കുക, ഈ ഒരു NICL അസിസ്റ്റൻറ്റ് എക്സാം എഴുതുക എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇനി വരാനിരിക്കുന്ന ഒട്ടനവധി എക്സാമിനേഷൻസിന് മുൻപ് പരീക്ഷ എഴുതി നിങ്ങൾ ശീലിക്കുക. സോ ദാറ്റ് ആ എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിലും എക്സാം എഴുതിയ എക്സ്പീരിയൻസ് ആണെങ്കിലും എല്ലാം നിങ്ങളെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഇരിക്കും. സോ നമ്മുടെ എൻട്രിയിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് NICL അസിസ്റ്റൻറ്റിനായിട്ട് ഒരുങ്ങുന്നത്. സൂപ്പർ ഗോൾഡ് ബാച്ചുകളുണ്ട് എൻട്രി ബാങ്കിങ്ങിനുണ്ട്. സോ ഗോൾഡ് ബാച്ചിലൊക്കെ ചേർന്ന് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യുക. ഈ വർഷം തന്നെ ബാങ്ക് എക്സാം എഴുതി ജോലിക്ക് കയറുക എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായി ഡിസ്ക്രിപ്ഷനിൽ ഫോം ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ ഓഫർ പ്രൈസിൽ
ഗ്രാബ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി എൻട്രിയിൽ ഓഫർ സെയിൽസ് ഡേ ആണ് ഇന്നേ ദിവസം. സോ നിങ്ങൾക്ക് കോഴ്സുകളെല്ലാം ഓഫേഴ്സിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ബാങ്കിങ് കോഴ്സുകൾ ഗ്രാബ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ പോയി NISL അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക. കാരണം ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ നമുക്കറിയാം സൈറ്റ് ഹാങ് ആവും, ഫീ പേയ്മെൻറ്റ് നടക്കാതേക്ക് വരും. സോ നെവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക. ആൻഡ് ഡു ചെക്ക് ദിസ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആൻഡ് apply soon. It's me, Amisha, signing off. Thank you.